ഒരു ധാരണയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല. ടേൺ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഈശ്വരനിലേക്ക് വഴിതിരിച്ചു വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ ആഗ്രഹങ്ങള് അല്ലെങ്കിൽ എന്റെ പ്രവൃത്തികള് അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യേണ്ടതില്ല എന്ന് അതിനർത്ഥമില്ല. എന്റെ ആഗ്രഹങ്ങള് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വഴിതിരിച്ചു വിടുക എന്ന് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മളതല്ല ഞാൻ ദൈവത്തിലോട്ട്, ഞാനത് ദൈവത്തിലോട്ടു, ഞാൻ ദൈവത്തിലോട്ടു എന്ന് പറഞ്ഞാൽ റേഷൻ വാങ്ങണമെങ്കിൽ ഞാൻ പൈസ ഉണ്ടാക്കണം, വെള്ളം കെട്ടിക്കണമെങ്കിൽ ഞാൻ പൈസ ഉണ്ടാക്കണം, എന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഞാൻ ചെയ്യണം. പക്ഷെ ഞാനത് അങ്ങനെ പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴും അതിന് മുമ്പും എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അത് നടക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചു. അവിടെയാണ് അതിനകത്തുള്ളൊരു പ്രശ്നം. ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു, തെറ്റൊന്നുമില്ല. പക്ഷെ അത് നടക്കണമെന്ന് നിർബന്ധം പിടിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് പലതും നടന്നില്ല. അത് ഒത്തിരി കാര്യങ്ങൾ, വളരെ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ആഗ്രഹങ്ങൾ നടക്കാതെ പോയി. അപ്പൊ ഞാനത് പരാതിക്കാരനും നിരാശനുമായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ. ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന് ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ഞാൻ ആഗ്രഹിച്ചതൊന്നും അല്ല എനിക്ക് ലഭിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ നല്ലതാണ് എനിക്ക് ലഭിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഫെലോഷിപ്പിൽ എത്തിയതിനു ശേഷം ഞാൻ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് മൂന്നാമത്തെ പടിയില് ആഗ്രഹങ്ങൾ, നിശ്ചയങ്ങൾ, ഇനിയും ഞാൻ അത് അങ്ങനെ നടക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആഗ്രഹങ്ങൾ ഇല്ലാത്ത ആളായി മാറി. അപ്പൊ അതാണ് ടേൺ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തിരിയുക എന്നൊക്കെയാണ്. ടേൺ അവർ നമ്മളുടെ വിൽ ആൻഡ് ലൈഫ് ടു ഗോഡ്, ദൈവത്തിലേക്ക് വഴി തിരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ദൈവത്തിന്റെ സംരക്ഷണത്തിന് അല്ലെങ്കിൽ പരിഗണനയ്ക്ക് വിടുക. എന്റെ കയ്യിലുള്ളത് എന്റേതാണ്, പക്ഷെ ഞാനത് എന്റേത് തന്നെയാണ്, പക്ഷെ ഞാനത് ദൈവത്തെ ഏൽപ്പിക്കുന്നു. അപ്പോഴും എന്റെ ജീവിതം എന്റേത് തന്നെയാണ്, പക്ഷെ ഞാനത് ദൈവത്തിന്റെ സംരക്ഷണത്തിൽ നൽകിയിരിക്കുന്നു. അത് നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, നമ്മളെ കുട്ടികൾ നമ്മുടെ മാതാപിതാക്കളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ പലതും അവരെ നമ്മൾ ഏൽപ്പിക്കാറുണ്ട്. അത് വിശ്വാസമുള്ളത് കൊണ്ടാണ് അവരെ ഏൽപ്പിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ ഏൽപ്പിക്കാം, അവരെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവരെ ഏൽപ്പിക്കുന്നത്. അത് നമുക്ക് വലിയ റിലീഫ് തരും. നമ്മളെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ ഒരുപക്ഷെ പലപ്പോഴും നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. അപ്പം ഇത് തന്നെയാണ് ഒരുപക്ഷെ ആ നാടക നടന്ന കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം നമ്മൾ ഇത്തരത്തിലുള്ള സ്വഭാവമുള്ളവരായിരുന്നു. ഇത്തരത്തിൽ നമ്മൾ കാര്യങ്ങൾ അതുപോലെ തന്നെ തന്നിഷ്ടം നടക്കണം, ഒരു പ്രയോജനവും ഇല്ലെങ്കിൽ ഒരു വാശിക്ക് പല കാര്യങ്ങളും നടക്കണമെന്ന് ശാഠ്യം പിടിച്ചിരിക്കും. സത്യത്തിൽ ഒരു ദോഷവും നമുക്ക് വരാത്ത ചില പല കാര്യം അത് ഇങ്ങനെ തന്നെ നടക്കണം, മറ്റുള്ളവർക്ക് ദോഷമാണെങ്കിൽ അത് നല്ലതാണ് എന്നുള്ള അർത്ഥത്തിൽ പലപ്പോഴും ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ആണ് മൂന്നാം പടി ഉദ്ദേശിക്കുന്നത്. അപ്പം ആഗ്രഹങ്ങളും നിശ്ചയങ്ങളും ദൈവത്തിന്റെ പരിഗണനയ്ക്ക് വിട്ടു, അതൊക്കെയാണ് തോന്നുന്നു, അങ്ങനെയൊക്കെയാണ് അതിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. ദൈവത്തിന്റെ അടുത്തേക്ക് അത് വഴിതിരിച്ച് വിടുക. ടേൺ എന്നുള്ള വാക്കിന്റെ അർത്ഥം അങ്ങനെയാണ്. അപ്പൊ എന്താണെങ്കിലും ഇതിപ്പോൾ നിങ്ങളോടൊപ്പം ചേരുവാനും അനുഭവങ്ങൾ പങ്കുവെക്കുവാനും സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചേർക്കുന്നു.